കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള മധുരമുള്ള ഡയമണ്ട് കട്ട്സ് റെസിപ്പിയാണ് ഇന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. നമ്മൾ പഞ്ചസാര ഇട്ട് വിളയിച്ചെടുക്കുമ്പോൾ നൂൽപ്പരിവ് ഒന്നും നോക്കാണ്ട് വളരെ സിമ്പിളായിട്ട്, അതായത് തുടക്കക്കാർക്ക് പോലും ഇത് ആദ്യത്തെ പ്രാവശ്യം ചെയ്യുമ്പോൾ തന്നെ സക്സസ് ആവുന്ന അത്രയും ഷുവർ ആയിട്ടുള്ള ഒരു സിമ്പിൾ റെസിപ്പിയാണ് ഇന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. ഒരു ബൗളിലോട്ട് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഒരു പിഞ്ച്, അതായത് ഒരു നുള്ള ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. സൺഫ്ലവർ ഓയിലോ കനോല ഓയിലോ ഇതിനായിട്ട് ഉപയോഗിക്കാം. നമ്മൾ ചേർത്തിട്ടുണ്ടായിരുന്ന ബേക്കിംഗ് സോഡയും ഉപ്പും ഓയിലും മൈദയുടെ എല്ലാ ഭാഗത്തും ഈവൺ ആയിട്ട് എത്താൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് കുറേശ്ശെ റൂം ടെമ്പറേച്ചറിലായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്കിതിനെ നന്നായിട്ട് കുഴച്ചെടുക്കാം. നമ്മൾ സാധാരണ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ അത്രയും സോഫ്റ്റാക്കി കുഴയ്ക്കേണ്ട ആവശ്യമില്ല. ഒരല്പം കൂടെ ടൈറ്റായിട്ട് കുഴയ്ക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഭയങ്കര സോഫ്റ്റാക്കി കുഴയ്ക്കുകയാണെങ്കിൽ നമ്മളിതിനെ ഓയിൽ ഫ്രൈ ചെയ്തെടുക്കുമ്പം ഒരുപാട് എണ്ണ കുടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ്. അപ്പോൾ ഇതിലോട്ട് എത്ര വെള്ളം വേണം എന്നുള്ളത് ഓരോ ബ്രാൻഡ് മൈദയ്ക്ക് അനുസരിച്ചിരിക്കും. അതുകൊണ്ട് പ്രത്യേക ഒരു കണക്ക് പറയുന്നില്ല. നിങ്ങളെപ്പോഴും ഒറ്റയടിക്ക് ഒരുപാട് വെള്ളം ഒഴിക്കാണ്ട് കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് മനസ്സിലാക്കി അതനുസരിച്ച് വേണം കുഴച്ചെടുക്കാനായിട്ട്. ഇതിപ്പോൾ കറക്റ്റ് പരുവത്തിലാണ് കുഴച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലോട്ട് ഒരു 1/2 ടീസ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ പുറം ഭാഗത്തും താഴെ എല്ലാം ഭാഗത്തും ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിതിനെ ഒന്ന് മൂടി വയ്ക്കാം. ഒരു 10 മിനിറ്റ് മൂടി വയ്ക്കണം. അപ്പോൾ ഈ 10 മിനിറ്റ് മൂടി വയ്ക്കുമ്പോൾ ഇത് ഡ്രൈ ഔട്ടായി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് ഓയിലി ലാസ്റ്റായിട്ട് നമ്മളിങ്ങനെ തേച്ച് കൊടുത്തിട്ടുള്ളത്. ഇതിപ്പം 10 മിനിറ്റ് സമയം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിനെ 2-3 ഉരുളകളാക്കി ഡിവൈഡ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഓരോന്നായിട്ടും പരത്തിയെടുക്കാം. കുറച്ച് പൊടി ഇട്ട് കൊടുത്ത് നമുക്ക് പരത്തിയെടുക്കാം. കുറച്ചുകൂടെ എളുപ്പത്തിന് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമ്മളിത് പരത്തുമ്പം ഒരുപാട് കട്ടി കൂടാൻ പാടില്ല, അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് നേരിയതായി വരാനും പാടില്ല. അപ്പോൾ ഈ ഒരു രീതിക്ക് ഇതിനെ പരത്തിയെടുത്തതിന് ശേഷം ഒരു നൈഫ് ഉപയോഗിച്ചിട്ട് നമുക്കിതിനെ വളരെ എളുപ്പത്തിൽ തന്നെ ഡയമണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നല്ല ഡയമണ്ട് ഷേപ്പിൽ നമ്മളിതിനെ മുറിച്ചെടുത്തിട്ടുണ്ട്. പക്ഷേ ചെറിയ കഷ്ണങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് എല്ലാം പരത്തിയതിന് ശേഷം എല്ലാ ചെറിയ കഷ്ണങ്ങളും കൂടെ ഒരു ഒറ്റ ബാച്ചായിട്ട് വറക്കുന്നതായിരിക്കും നല്ലത്. അല്ലാണ്ട് ചെറുതും വലുതും ഒരുമിച്ച് വറക്കുകയാണെങ്കിൽ ആ ചെറുത് പെട്ടെന്ന് അങ്ങോട്ട് ആയി പോവുകയും ചിലപ്പോൾ കരിഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. ഞാനിവിടെ ഓയിൽ യൂസ് ചെയ്യുന്നത് കനോല ഓയിലാണ്. സൺഫ്ലവർ ഓയിലും ഉപയോഗിക്കാം. അപ്പോൾ എണ്ണ ചൂടായതിന് ശേഷം നമുക്ക് കുറേശ്ശെ ഇട്ട് കൊടുത്ത് ഇതിന് വറുത്തെടുക്കാം. ഒരുപാട് എണ്ണ ഇങ്ങനെ തിക്കി കൂട്ടി ഇടരുത്, അപ്പോൾ അത് അങ്ങോട്ട് ശരിയായി കിട്ടില്ല. ഗോൾഡൻ ബ്രൗൺ കളർ ആവണ വരെ ഇതിനെ ഇടയ്ക്ക് തിരിച്ചും മറിച്ചിട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇതിൽ തീ അല്ലെങ്കിൽ ചൂട് ക്രമീകരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. നമ്മൾ ഒരുപാട് ചൂട് കൂടി വെച്ചിട്ടുണ്ടെങ്കിൽ അതങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് കരിഞ്ഞു പോകും. അപ്പോൾ പുറത്തെടുത്ത് കഴിയുമ്പോഴേക്കും അത് കുറച്ച് കഴിയുമ്പോൾ തണുത്ത് പോകും. അതുപോലെ തന്നെ ഒട്ടും തീ വെച്ചിട്ടില്ലെങ്കിൽ ഭയങ്കര ലോ ഫ്ലെയിമിൽ വെക്കുകയാണെങ്കിലും ഇതിലോട്ട് എണ്ണ കുടിക്കാൻ വളരെയധികം ചാൻസ് ഉണ്ട്. അപ്പോൾ എപ്പോഴും ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതിനെ വറുത്തെടുക്കാനായിട്ട്. സമയമെടുത്ത് വറുത്തെടുക്കുന്നത് വെച്ചാൽ ഒരുപാട് സമയമൊന്നും എടുക്കില്ല, പെട്ടെന്ന് തന്നെ ആയിക്കോളും. പക്ഷെ കരിഞ്ഞു പോകാണ്ടും നോക്കണം. ഇപ്പോൾ തീ കൂടിയെന്ന് അല്ലെങ്കിൽ ചൂട് കൂടിയെന്ന് തോന്നുമ്പോൾ അതനുസരിച്ച് കുറച്ച് വെച്ച് കൊടുത്ത് വേണം ഇതിന് വറുത്തെടുക്കാനായിട്ട്. പെട്ടെന്ന് അതിനെ കരിയിച്ചെടുക്കാൻ ഇടവരുത്തരുത്. ഇതുപോലെ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി കഴിയുമ്പോൾ നമുക്കിതിനൊരു ടിഷ്യൂ പേപ്പറിലോട്ട് മാറ്റി വയ്ക്കാം. ഒരു സോസ് പാനിലോട്ട് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടെ ചേർക്കുന്നുണ്ട്. ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ചേർക്കുന്നുണ്ട്. സാധാരണ റൂം ടെമ്പറേച്ചർ വെള്ളമാണ് ചേർക്കുന്നത്, കൂടുതൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് ഇത്രയും കുറവ് വെള്ളം ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ ഷുഗർ ജസ്റ്റ് ഒന്ന് മെൽട്ടായി കിട്ടിയാൽ മതി. എന്നിട്ട് ഇതുപോലെ ചെറിയ കുമിളകൾ വന്ന് തുടങ്ങണം. ആ ഒരു ടൈമിൽ അപ്പം തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. കൂടുതൽ നേരം ഇട്ട് ഒന്നും ചെയ്യേണ്ട. നമുക്കിങ്ങനെ 1 നൂൽ പരുവം 2 നൂൽ പരുവം അങ്ങനെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. കാരണം ഇത് കൂടുതൽ പഞ്ചസാരയും വളരെ കുറവ് വെള്ളം ഉള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല സ്റ്റിക്കി ആയിരിക്കും. പെട്ടെന്ന് തന്നെ നമുക്കിത് വിളയിച്ചെടുക്കാനും പറ്റും. നമ്മൾ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഡയമണ്ട് കട്ട്സിൻ്റെ ചൂടെല്ലാം മാറിയിട്ടുണ്ട്. അതിൻ്റെ പകുതി ഭാഗം കുറച്ചും കൂടെ വലിയൊരു ബൗളിലോട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ ഇപ്പോൾ ജസ്റ്റ് ഉരുക്കിയെടുത്തിട്ടുള്ള നല്ല ചൂടുള്ള പഞ്ചസാര പാനിയുടെ പകുതി ഭാഗം ഒഴിച്ചു കൊടുത്ത് വളരെ ജെൻറ്റിലായിട്ട് ഇതിനെ മിക്സ് ചെയ്തെടുക്കണം. എല്ലാ ഭാഗത്തും പഞ്ചസാര പാനി എത്തുന്ന രീതിയിൽ വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഒരുപാട് ഫാസ്റ്റായിട്ട് ചെയ്യുവാണെങ്കിൽ ഇത് ചിലപ്പോൾ അങ്ങോട്ട് പൊടിഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നോക്കി വേണം ചെയ്യാനായിട്ട്. അതിനുശേഷം ബാക്കി പകുതി ഡയമണ്ട് കട്ട്സും കൂടി ഇട്ട് കൊടുത്തിട്ട്
ബാക്കിയുള്ള പഞ്ചസാര പാനി, നല്ല ചൂടുള്ള പഞ്ചസാര പാനി ചേർത്ത് കൊടുത്ത് നമ്മളിതിനെ മിക്സാക്കി കൊടുക്കുക. അപ്പോൾ ഈ പഞ്ചസാര പാനി ചേർക്കുമ്പം നിർബന്ധമായിട്ട് നല്ല ചൂട് വേണം. ഇങ്ങനെ തണുത്ത് പോയിട്ട് ചേർക്കുവാണെങ്കിൽ അത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇതുപോലെ ഇങ്ങനെ കോട്ട് ചെയ്തെടുക്കാനായിട്ട്. അതുപോലെ തന്നെ ഡയമണ്ട് കട്ട്സിന് അങ്ങനെ ചൂട് വേണമെന്നില്ല. ചൂട് വേണ്ട, ശരിക്കും വളരെ നേരിയ ചൂടാണെങ്കിലും കുഴപ്പമില്ല, തണുത്താലും ഒരു കുഴപ്പമില്ല. ഇതൊന്ന് തണുത്ത് കഴിയുമ്പോഴേക്കും ഇതുപോലെ നല്ലൊരു ഷുഗർ കോട്ടിങ് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇത് തണുത്ത് കഴിഞ്ഞ ഉടനെ തന്നെ ഒരു ചില്ല് കുപ്പിയിലിട്ട് സ്റ്റോർ ചെയ്യുവാണെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. കാരണം ഇത് വളരെ ക്രിസ്പിയാണിത്. ഇത് ഒട്ടും തന്നെ തണുത്ത് പോയിട്ടില്ല. അപ്പോൾ ഇത് ഉടൻ തന്നെ പെട്ടെന്ന് തന്നെ തണുത്ത് കഴിയുമ്പോൾ തന്നെ നല്ലൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ, നല്ല ഗ്ലാസ് കണ്ടെയ്നറിൽ ഇട്ട് വെക്കുകയാണെങ്കിൽ നല്ല ഫ്രഷ് ആയിട്ടും ക്രിസ്പി ആയിട്ടും ഇരുന്നോളും. വളരെ എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാൻ. തുടക്കക്കാർക്ക് പോലും ഞാൻ ഇന്ന് പറഞ്ഞിട്ടുള്ള ഇതേ മെത്തേഡ് ഫോളോ ചെയ്യുവാണെങ്കിൽ വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഡയമണ്ട് കട്ട്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ കമൻറ്റ്സ് താഴെ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണണമെങ്കിൽ, എൻ്റെ റെസിപ്പി വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ താഴെയുള്ള റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്താൽ മാത്രമായിരിക്കും ഞാൻ എപ്പോൾ ഒരു പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ ശരി, നമുക്കിനി അടുത്ത റെസിപ്പി വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.